ശ്രീരാമൻ വനവാസത്തിന് പോകണം. ത്രേതായുഗത്തില് എത്ര വർഷം വേണമെങ്കിലും പുറകോട്ടെടുക്കുക. ജടായുമംഗലത്തിൽ നിന്ന് 40 പൈസ അപ്പുറത്താണ് ചടയമംഗലം. ഈ ജടായുമംഗലത്തിൽ നിന്ന് ഇടത്തോട്ട് മുകളിലേക്ക് നോക്കിയാൽ കാണാം ജടായുപ്പാറ. ആ ജടായുപ്പാറയുടെ മുകളിൽ കയറിയാൽ കാണാം ജടായുക്കുളം. അതിലേറ്റവും വേനൽക്കാലത്ത് മെയ് മാസം 28-ാം തീയതി പോയാലും ആ ജടായുക്കുളത്തിൽ വെള്ളമുണ്ട്. എന്തേ ജടായുപ്പാറ എന്ന പേര് വന്നു, ജടായുമംഗലം എന്ന പേര് വന്നു, ചടയമംഗലം എന്ന പേര് വന്നു? ശ്രീരാമന്റെ പാദസ്പർശമേറ്റത് അയോധ്യയിൽ മാത്രമായിരുന്നില്ല. ഇങ്ങേ അറ്റം തിരുവനന്തപുരത്തിന് അടുത്തുവരെയുള്ള ജടായുമംഗലം വരെ അദ്ദേഹം എത്തിയിരുന്നു. ഈ രാഷ്ട്രം ഒന്നാണെന്ന് തെളിയിക്കാൻ അവിടെ നിന്ന് അദ്ദേഹം പോയത് കിഴക്കോട്ടാണ്. ശബരി അദ്ദേഹത്തിന് പ്രസാദമായി കടിച്ചു കൊടുത്ത മാമ്പഴവും അതിനുശേഷം കൊടുത്ത നിർദ്ദേശവും സ്വീകരിച്ച് കിഴക്കോട്ടുള്ള പ്രയാണത്തിൽ ആ ശബരിയെ അദ്ദേഹം പ്രതിഷ്ഠിച്ചതുപോലെ ആ മലയ്ക്ക് പേരുകൊടുത്തു ശബരിമല. ഇന്നും ശ്രീരാമന് എച്ചിൽ ഭക്ഷണം കൊടുത്ത ഒരു സ്ത്രീയെ ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിലെ 5102 വർഷത്തിലേക്ക് എത്തിയ കാലത്തും നാം ഓർക്കുന്നു ശബരിമല എന്ന് പറഞ്ഞു തന്നെ. അവിടെ നിന്ന് അദ്ദേഹം കിഴക്കോട്ടാണ് പോയത്. രാമേശ്വരത്തെത്തി. രാമായണത്തിലെ അതേ രാമേശ്വരം, രാമായണത്തിൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിന്റെ അതേ സ്ഥാനത്തൊരു ക്ഷേത്രം. അവിടെ നിന്ന് കുറച്ചുകൂടി പോയാൽ കാണാം ധനുഷ്കോടി. അന്നും ഇന്നും ഒരേ പേരാണ് ധനുഷ്കോടിക്ക്. അവിടെ നിന്ന് അദ്ദേഹം പോയത് ലങ്കയിലേക്കാണ്. അന്നും ഇന്നും ഒരേ പേര്. എത്ര ആയിരം വർഷങ്ങൾ കഴിഞ്ഞു. ഒരു രാഷ്ട്രത്തിന്റെ ചൈതന്യം അതേപോലെ പ്രതിഫലിപ്പിക്കുന്ന പേരുകളുമായിട്ട് ആസേതു ഹിമാചലം ഒരൊറ്റ രാഷ്ട്രത്തിന്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്ന കഥകള്, ഇതിഹാസം വസ്തുതയായിട്ട് അംഗീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് വസ്തുതയായിട്ട് അംഗീകരിക്കാം. അതല്ല എന്റെ കഴുത്തിലിട്ടിരിക്കുന്നത് അല്പം വളഞ്ഞ ഒരു നക്ഷത്രമാണെന്ന് ധരിക്കുന്നവർക്ക് ഇത് വെറും കഥയാണ്. ആ കഥയിൽ പോലും ഭാരതം ഒന്നാണ് എന്ന് പറയാൻ അവർക്ക് സാധിച്ചിരുന്നു, ഭാരതീയർക്ക് സാധിച്ചിരുന്നു.